നമഃ ശിവായ. ഓം നമഃ ശിവായ. അപ്പോൾ നിങ്ങൾ ശിവനെ ഭജിക്കുമല്ലേ? ശിവശക്തി നേടുമല്ലേ? എന്റെ മുന്നിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുമല്ലേ? ഞാൻ അതിന് അനുവദിക്കില്ല. ഞാൻ നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഞാൻ നിങ്ങളെ ആരാണ് എന്നെ തടഞ്ഞത്? ആരാണ് എന്റെ ഗതിരോധകൻ? ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നിന്റെ ഗതിരോധകൻ നിന്റെ കാലനാണ്. ശിവഭക്തന്മാരെ ആക്രമിച്ച് നീ നിന്റെ കാലനെ ക്ഷണിച്ചു. ഞാൻ സർവശക്തിമാനാണ്. ആര് സർവശക്തിമാനാകുന്നുവോ അവൻ ആരും കാലനാകുന്നില്ല. അജ്ഞാനി. സർവശക്തിമാൻ നിർദോഷികളെ ആക്രമിക്കുകയില്ല. അതുമല്ല സ്വയം സർവശക്തിമാനാണെന്ന് പുകഴ്ത്തുകയുമില്ല. അയാൾക്ക് കാലനും ഉണ്ടാകുന്നില്ല. പക്ഷെ നിന്നിൽ ഈ 3 ദോഷങ്ങളുമുണ്ട്. എനിക്ക് ബ്രഹ്മാവ് വരം തന്നതാണ്. ഞാൻ അജയ്യനാണ്, നിർഭയനാണ്, അതിനാൽ സർവശക്തിമാനും ആണ്. നീ അജയ്യനുമല്ല, നിർഭയനുമല്ല. നീ ദുർബുദ്ധിമാനാണ്. നിർഭയനായിരുന്നെങ്കിൽ സർവശക്തിമാനാകണമെന്ന് വരം ചോദിക്കില്ലായിരുന്നു. ഇവിടെ വന്ന് ശിവഭക്തന്മാരുടെ ആരാധനയിൽ വിഘ്നമുണ്ടാക്കില്ലായിരുന്നു. ബ്രഹ്മദേവൻ വരം നൽകുന്ന സമയം ഇത് സ്പഷ്ടമായി പറഞ്ഞിരുന്നല്ലോ. ശിവഭക്തന്മാരെ എതിർക്കരുതെന്ന്, അവർക്ക് ഒരുവിധം കഷ്ടപ്പാടും വരുത്തരുതെന്ന്, അന്യഥാ വിനാശം സംഭവിക്കുമെന്ന്. ആ സമയമിതാ സമാഗതമായി. ദൂഷണ, നിന്റെ ഈ വാക്കുകൾ കേട്ട് ദൂഷണൻ ഭയപ്പെടുകയൊന്നുമില്ല. ഞാനിതാ പറയുന്നു, നിനക്ക് നല്ലത് ഇവിടെ നിന്നും ഉടൻ പോവുകയാണ്. ക്ഷമിക്കണേ രാജൻ. ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങ് ശിവഭക്തനാണെന്ന്. ഞങ്ങൾ അറിഞ്ഞില്ല ഭഗവാൻ ശിവൻ സ്വയം അങ്ങയെ രക്ഷിക്കുമെന്ന്. ഞങ്ങൾ തെറ്റ് ചെയ്തു രാജാ ചന്ദ്രസേന. താങ്കൾ ക്ഷമ നൽകുന്നത് വരെ ഹനുമാന്റെ ഗത ഞങ്ങളെ ദണ്ഡിച്ചുകൊണ്ടിരിക്കും. ഹേ ശിവസ്വരൂപൻ ഹനുമദ്ദേവ, എന്റെ പ്രാർത്ഥന കേട്ടാലും അങ്ങ് മൂലസ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാജാ സിംഹദത്തനും രാജാ രിപുദമനും മാപ്പു നൽകിയാലും നിങ്ങൾ രണ്ടുപേരും എന്നോടല്ല, ശിവരൂപൻ ഹനുമാനോട് ക്ഷമയാചിക്കണം. ഹേ ശിവസ്വരൂപൻ ഹനുമാൻ ദേവ, ദയവായി പ്രത്യക്ഷനായാലും ദർശനം നൽകിയാലും ഈ ക്ഷമായാചകർക്ക് മാപ്പ് നൽകിയാലും സിംഹദത്ത രിപുദമന, ഇപ്പോൾ ഈ സത്യം മനസ്സിലായിരിക്കുമല്ലോ. ശിവഭക്തന്മാരെ പീഡിപ്പിക്കുന്നവർക്ക് സ്വയം പീഡയിൽ നിന്ന് രക്ഷയുണ്ടാകില്ല. ശിവഭക്തരുടെ ആഗ്രഹമനുസരിച്ച് നിങ്ങൾക്ക് നാം ക്ഷമ നൽകുന്നു. നിങ്ങൾ രാജാ ചന്ദ്രസേനന്റെ രാജ്യം അദ്ദേഹത്തിന് തിരിച്ചു നൽകണം. തീർച്ചയായും പ്രഭു, തീർച്ചയായും. രാജാ ചന്ദ്രസേനന്റെ രാജ്യം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ഭാവിയിൽ ഇത്തരം തെറ്റ് ഞങ്ങൾ ആവർത്തിക്കുകയില്ല. ഇല്ല പ്രഭു, ഇല്ല. പരിണാമം ഓർമ്മയുണ്ടെങ്കിൽ ഇനി തെറ്റു ചെയ്യുകയില്ല. കണ്ടോ ഈ 2 ശിവഭക്തന്മാരെ? ഭഗവാൻ ശിവന് എപ്പോഴും ഇവരുടെ രക്ഷയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. അതെല്ലാം ഭഗവാൻ ശിവന്റെ കൃപയാണ്. ഈ കൃപ നിങ്ങളുടെ ഭക്തി കാരണമാണ്. നിങ്ങൾ 2 ശിവഭക്തന്മാർ ശിവനെ മാനിക്കുന്നു, അദ്ദേഹം നിങ്ങളെയും മാനിക്കുന്നു. നിങ്ങളുടെ നാമങ്ങൾ ശിവഭക്തർക്കിടയിൽ പ്രസിദ്ധമാകും. ഒപ്പം മഹാകാലേശ്വര ജ്യോതിർലിംഗ മഹാത്മ്യത്തിലൂടെ നിങ്ങളുടെ നാമവും പ്രസിദ്ധിയാർജിക്കും. ശിവസ്വരൂപനായ ആഞ്ജനേയ, അവിടുന്ന് ഇവർക്ക് ക്ഷമാദാനം നൽകി. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും ഞാനും എന്റെ പുത്രൻ ശ്രീകരന്റെ ശിവഭക്തിയിൽ വിഘ്നം വരുത്തിയിരുന്നു. നിന്റെ പുത്രൻ ശ്രീകരന്റെ ശിവഭക്തിയിൽ നിന്റെ തെറ്റ് മുഴുവനും അലിഞ്ഞില്ലാതായിരിക്കുന്നു. ശ്രീകര, നീ അടുത്ത ജന്മം വ്രജഭൂമിയിലെ നന്ദഗോപനായി ജന്മമെടുക്കും. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ
പൂർണ്ണാവതാരം ശ്രീകൃഷ്ണന്റെ വളർത്തു പിതാവാകും. ഹേ സങ്കടഹരൻ ഹനുമത് ദേവ, അങ്ങ് ഞങ്ങളോട് ദയ കാണിച്ചു. പ്രത്യക്ഷനായി ഞങ്ങളുടെ സങ്കട നിവർത്തി വരുത്തി ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾക്ക് ദർശനവും തന്നു. പക്ഷേ ഞാൻ ഭഗവാൻ ശിവനെ ഹൃദയം തുറന്ന് ആരാധിച്ചു. എനിക്ക് ശിവദർശനത്തിന് ആഗ്രഹമുണ്ട്. കൃപ തോന്നി അത് പൂർത്തിയാക്കിയാലും. ശിവഭക്തന്റെ ഇച്ഛ തീർച്ചയായും പൂർത്തിയാകും. ജയ ദേവേശ്വര. ഭഗവാൻ പരമേശ്വരൻ ജയിക്കട്ടെ. അതുല്യ ബലവാൻ ബജരംഗബലി മഹാബലവാൻ ബജരംഗബലി കേസരി നന്ദനൻ മഹാവീരൻ ബജരംഗബലി ജയിക്കട്ടെ. ഭഗവാൻ വിശ്വനാഥൻ ശിവശങ്കരൻ ജയിച്ചാലും, ഭഗവാൻ വിശ്വനാഥൻ ശിവശങ്കരൻ ജയിച്ചാലും, ഭഗവാൻ വിശ്വനാഥൻ ശിവശങ്കരൻ ജയിച്ചാലും. അവിടുത്തെ ദർശനഭാഗ്യം ലഭിച്ച ഞങ്ങൾ ധന്യരായി പ്രഭു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഞങ്ങളെ രക്ഷിച്ചു. ഇതുപോലെ ഞങ്ങളുടെ രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കണേ ഭഗവാൻ. നമ്മെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി ഞാൻ ബാധ്യസ്ഥനാണ് വേദവ്രത. രാജാ ചന്ദ്രസേനൻ സദാസമയവും നമ്മെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടതെല്ലാം നാം ചെയ്തു കഴിഞ്ഞു. നിരന്തരമായ രക്ഷയ്ക്കുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം ഭഗവാൻ. ഈ രാജ്യത്തിലെ ഭൂമിയിലും ആകാശത്തും മറ്റു യുദ്ധത്തിലും ശിവഭക്തന്മാരെ കഷ്ടപ്പെടുത്തുവാൻ ദുഷ്ടന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അങ്ങയോട് യാചിക്കുകയാണ്, ഈ ദുഷ്ടന്മാരിൽ നിന്ന് രാജ്യത്തെയും രാജാവിനെയും പ്രജകളെയും അങ്ങ് രക്ഷിക്കണേ ഭഗവാൻ. തഥാസ്തു. നിങ്ങളുടെ മനോകാമന പൂർത്തിയാകും വേദവ്രത. ഈ ജ്യോതിർലിംഗം മഹാകാലേശ്വർ ജ്യോതിർലിംഗം എന്ന പേരിൽ അറിയപ്പെടും. ഏതു ഭക്തൻ ചുടല ഭസ്മം കൊണ്ട് ഈ ജ്യോതിർലിംഗത്തെ പൂജിക്കുന്നുവോ അവൻ മൃത്യുഭയത്തിൽ നിന്ന് മുക്തനാകും. സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തിയും ദീർഘായുസ്സും പ്രദാനം ചെയ്യും. ജ്യോതിർമയൻ ഭഗവാൻ മഹാകാലേശ്വരൻ ജയിക്കട്ടെ. 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 ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ജ്യോതിർലിംഗ സ്വരൂപം പൂണ്ടു ശിവശങ്കരനാം ദേവൻ. ശിവശങ്കരനാം ദേവൻ, 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 ശിവശങ്കരനാം ദേവൻ. അവന്തി നഗരെ വേദപ്രിയനെന്നൊരു ബ്രാഹ്മണനെന്നൊരു നാൾ തൻ ഭവനത്തിൽ അഗ്നിസമേതം പൂജ തുടങ്ങി ശിവനെ. ദൂഷണനെന്നൊരു ദൈത്യാസുരനും കിങ്കരരും അന്നൊരു നാൾ ശിവപൂജകനാമാ ബ്രാഹ്മണനെ നിഗ്രഹിക്കുവാനെത്തി. തത്സമയം മഹാകാലരൂപനായ ശിവശങ്കരനുമണഞ്ഞു. ദൂഷണനെയും കിങ്കരരെയും ഭസ്മമാക്കി മറഞ്ഞു. ഉജ്ജയിനിപുര ജ്യോതിർലിംഗ മഹാകാലേശ്വര രൂപം കണ്ടുവണങ്ങും നോർക്ക് ലഭിക്കും നൻപും ശിവനുടെ വരവും. മഹാകാല
ും